പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇപ്പോൾ ഈ മണിക്കൂറിലെ പ്രധാനപ്പെട്ട തലക്കെട്ടുകളൊക്കെ കേട്ട സ്ഥിതിക്ക് ഇനി വാർത്തകൾ ഓരോന്നായിട്ട് പരിശോധിക്കാം അല്ലേ. അപ്പോൾ ആദ്യം പോകുന്നത് നമ്മുടെ ഈ കളമശ്ശേരി പോളിടെക്നിക്കിലെ കഞ്ചാവ് വേട്ടയുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടിലേക്കാണ്. നമ്മൾ കഴിഞ്ഞ മണിക്കൂറിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേഷൻ നോക്കിയിരുന്നു. അതായത് ഈ നേരത്തെ തന്നെ പരാതികൾ നൽകിയിരുന്നു എന്നുള്ള കാര്യമൊക്കെ പുറത്തു വന്നതാണ്. പക്ഷേ വീണ്ടും ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പുതിയ അപ്ഡേറ്റ് വന്നിരിക്കുന്നത്, ഈ കഞ്ചാവ് വാങ്ങാൻ പണം നൽകിയ വിദ്യാർത്ഥികളെ ഈ സംഭവത്തിൽ ഈ കേസിൽ പ്രതികളാക്കില്ല എന്നുള്ള വിവരമാണ് വരുന്നത്. കേസിൽ ഇവരെയൊക്കെ സാക്ഷികളാക്കാനാണ് നിലവിലെ തീരുമാനം. വിദ്യാർത്ഥികൾ 16,000 രൂപയാണ് ഗൂഗിൾ പേ വഴി പ്രതി അനുരാജിന് അയച്ചു നൽകിയത്. ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തുന്നതിന് പ്രതികളെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടി വരുമെന്നും പോലീസ് പറയുന്നുണ്ട്. സഹിൻ ആന്റണിയാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത്. സഹിൻ, ഓരോ മണിക്കൂറിലും ഈ കളമശ്ശേരി കോളേജ് ഹോസ്റ്റലിൽ നിന്ന് കഞ്ചാവ് കണ്ടെത്തിയതുമായി ബന്ധപ്പെട്ടുള്ള പുതിയ വിവരങ്ങൾ പുറത്തു വരുന്നു. നേരത്തെ ഈ കാര്യങ്ങളൊക്കെ നേരത്തെ അറിയിച്ചിരുന്നതാണ് എന്നതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടുകളൊക്കെ വന്നിരുന്നു. ഇപ്പോൾ ഈ തൊട്ടടുത്ത മണിക്കൂർ വരുമ്പോൾ കാശ് നൽകിയ വിദ്യാർത്ഥികളെ പ്രതികളാക്കില്ല, പകരം അവരെ സാക്ഷികളാക്കാനാണ് തീരുമാനമെന്ന പോലീസ് റിപ്പോർട്ട് കൂടി വരുന്നു. വിവരങ്ങൾ പറയാം സഹിൻ. സേതു, അതായത് കോളേജിലെ നിരവധി വിദ്യാർത്ഥികൾ 500 രൂപയും 300 രൂപയും അടക്കം നൽകിയിട്ടുണ്ട്. അവരെ എല്ലാവരെയും പ്രതി ചേർത്താൽ വലിയ ഒരു കൂട്ടം വിദ്യാർത്ഥികളെ പ്രതി ചേർക്കേണ്ടതായി വരും. ഈ ഘട്ടത്തിലാണ് പോലീസ് മറ്റൊരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. ഇങ്ങനെ പണം നൽകിയിട്ടുള്ള വിദ്യാർത്ഥികളെ മുഴുവൻ സാക്ഷികളാക്കാൻ പോലീസ് തീരുമാനിച്ചിരിക്കുകയാണ്. നിലവിൽ പിടിയിലായ ആളുകളെ മാത്രം പ്രതികളാക്കിയാൽ മതി. അവർക്കെതിരെ കൂടുതൽ തെളിവിന് ഇത് സഹായിക്കും. അതുകൊണ്ട് തന്നെ 300 രൂപയും 500 രൂപയുമായി ചെറു കവറുകളിൽ കഞ്ചാവ് വാങ്ങാൻ പണം നൽകിയിരുന്ന വിദ്യാർത്ഥികളെ ഒന്നും പ്രതികളാക്കേണ്ടതില്ല. അവരെയൊക്കെ സാക്ഷികളാക്കാം. ഇതിനുവേണ്ടി ഇപ്പോൾ പിടിയിലായിട്ടുള്ള പ്രതികളെ കസ്റ്റഡിയിലെടുത്ത് വിശദമായി തന്നെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. അതിനുവേണ്ടി പോലീസ് നീക്കം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അവരെ വിശദമായി ചോദ്യം ചെയ്താൽ മാത്രമേ ഈ വിദ്യാർത്ഥികൾ നൽകിയിട്ടുള്ള പണത്തിൻ്റെ കണക്കറിയാൻ കഴിയുകയുള്ളൂ. 16,000 രൂപയാണ് നിലവിൽ വിദ്യാർത്ഥികൾ പിരിച്ചു നൽകിയിട്ടുള്ളത്. ഈ പണമെല്ലാം അനുരാജിൻ്റെ അക്കൗണ്ടിലേക്കാണ് വന്നിരിക്കുന്നത്. ആ പണം സംബന്ധിച്ച് പോലീസ് പരിശോധന നടത്തിയപ്പോഴാണ് ഈ വിദ്യാർത്ഥികളുടെ ഇടപെടലുകളും പണം നൽകിയിട്ടുള്ള വിവരവും പോലീസിന് മനസ്സിലാക്കുന്നതും. എന്തായാലും ഈ വിദ്യാർത്ഥികളെ ആരെയും തന്നെ പ്രതി ചേർക്കുന്നില്ല, പകരം അവരെയൊക്കെ സാക്ഷികളാക്കാനാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. സേതു, ശരി, ഓക്കെ സഹിൻ. ഈ കളമശ്ശേരി കോളേജ് ഹോസ്റ്റലിൽ നിന്ന് കഞ്ചാവ് കണ്ടെത്തിയതുമായി ബന്ധപ്പെട്ട് പുതിയ അപ്ഡേഷൻസ് ആണ് ഓരോ മണിക്കൂറിലും വന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകുകയായിരുന്നു സഹിൻ ആന്റണി കൊച്ചിയിൽ നിന്ന്.